എൻ്റെ രാമേന്ദ്ര സാറേ, എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. എന്താണെന്ന് ചോദിക്കും സാറേ. ഒരാൾ സന്തോഷിക്കുമ്പോൾ എന്താ സന്തോഷിക്കുന്നൊക്കെ ചോദിക്കണ്ടേ? ആരെങ്കിലും വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ടാവും, അതൊന്നുമല്ല. അവതാരകനാണെന്ന് ഒറ്റ പറഞ്ഞിട്ട്. അത് പോട്ടെ, എനിക്ക് രോമാഞ്ചം വന്നിട്ട് ഇരിക്കാൻ വയ്യ. പിണറായി വിജയൻ പ്രധാനമന്ത്രിയാവും. ഓഹോ, സാറൊന്നും അറിഞ്ഞില്ലേ? 7 ജന്മം കഴിഞ്ഞിട്ടായിരിക്കും. ചുമ്മാരി സാറേ. യെച്ചൂരി ഇപ്പോൾ പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനം നടത്തിയിട്ട് CPM അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തത് കേട്ടോളം. ഒന്നാമത് നടപ്പാക്കാൻ പോകുന്നത് കള്ളപ്പണ നിരോധന നിയമം പിൻവലിക്കും. അവർ വല്ലാതെ ബുദ്ധിമുട്ടിയിരിക്കുന്നൊരു വിഷയമാണ് ഈ കള്ളപ്പണം. അവർ മാത്രമല്ല, അവരുള്ള ഇന്ത്യ മുന്നണിക്കും ഈ കള്ളപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലർജിയാണല്ലോ. ഇപ്പം കരുവന്നൂരൊക്കെ പ്രശ്നം. കരുവന്നൂർ 5 അക്കൗണ്ട് ഉണ്ടായിരുന്നു. 5 അല്ല, 25. അല്ല, അത് കേരളത്തിൽ മുഴുവൻ വരുമ്പോൾ എത്രയാവും? ഒരുപാട് വരും. മാത്രമല്ല, PK ബിജുവിനും MM വർഗീസിനും ഒന്നും ഹാജരാകേണ്ടി വരില്ലായിരുന്നു. ഇഡി കൊടുത്ത് പറഞ്ഞു വിടും. അതും ഒരു ഡിസിഷനാണോ? കള്ളപ്പണ നിരോധനം PMLA ആക്ട് റദ്ദാക്കിയ പിന്നെ ഇഡി വേണോ? ഇഡിയുടെ ആവശ്യമില്ല. ഇഡി ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. രണ്ടാമത്തെ കേക്ക് സാറേ, ഇൻകം ടാക്സ് വേണോ? വേണ്ടെന്നേ. എന്നാലും ഈ വേറൊരു തമാശ, ഈ ആഗ്രഹിക്കുന്നതൊക്കെ ഒരു പരിധിയില്ലേ സാറേ? ആകെ 20 സീറ്റിലാണ് മത്സരിക്കുന്നത്. കേരളത്തിൽ നിന്ന് മുട്ട കിട്ടുമെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 1 ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് 2 ഉണ്ടായിരുന്നു. പിന്നെ എവിടുന്നാണ് ഉള്ളത്? ആകെ ഒരു കൈപ്പത്തിയിൽ ഒതുങ്ങുന്ന സീറ്റുകളില്ലാത്ത പാർട്ടി, 4 കൈവിരലിൽ എണ്ണാവുന്ന സീറ്റിൽ പോലും മത്സരിക്കാത്ത പാർട്ടി ഇന്ത്യ ഭരിച്ചാൽ അവർ നടപ്പാക്കാൻ പോകുന്ന പ്രകടന പത്രിക ഇറക്കിയിരിക്കുന്നു. ഇതിനും വലിയ തമാശയുണ്ടോ? ഈ ദേശീയ അംഗീകാരം നഷ്ടപ്പെടുമെന്ന് പറയുന്നുണ്ടല്ലോ. സത്യത്തിൽ ഇവർക്ക് ദേശീയ അംഗീകാരം മുമ്പ് തന്നെ നഷ്ടപ്പെടുമായിരുന്നു. അന്ന് വാജ്പേയി ഇവർക്ക് വേണ്ടി ഇളവുകൾ ചെയ്തു കൊടുത്തിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അല്ല, രസകരമായ കാര്യം ഞാനിത് അടുത്തോട്ട് വായിക്കാം സാർ. പിന്നെ ഇന്ധനവില കുറയ്ക്കും, 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കും. അത് സത്യത്തിൽ നമ്മളിപ്പോൾ റഷ്യൻ ഓയിൽ മേടിക്കുന്നുണ്ടല്ലോ. യുക്രൈൻ പ്രതിസന്ധിയൊക്കെ വന്ന ശേഷം ഇന്ത്യക്ക് വലിയൊരു വളർച്ച ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ആ എണ്ണ കച്ചവടം കൂടിയാണ്. കാരണം റഷ്യയുടെ കയ്യിൽ നിന്ന് യൂറോപ്പ് മേടിക്കില്ല, നമ്മൾ മേടിക്കുന്നു, നമ്മൾ എന്നിട്ട് മറിച്ച് വയ്ക്കുന്നു. നമ്മളെന്താന്ന് വെച്ചാൽ നമ്മൾ നോക്കണം, വല്ലാത്തൊരു നയതന്ത്രമാണ് നമ്മുടെ. ലോകത്ത് ഒരു രാജ്യവും ഇങ്ങനെ വിജയിച്ചായിട്ട് തോന്നുന്നില്ല എനിക്ക്. കാരണം നമ്മൾ ഇറാൻ്റെ കൂടെയാണ്, നമ്മൾ റഷ്യയുടെ കൂടെയാണ്, നമ്മൾ താലിബാൻ്റെയും കൂടെയാണ്, നമ്മൾ വെനിസ്വേലയുടെ കൂടെയാണ്. നമ്മൾ ഇങ്ങനെ അവിടെ നിന്ന് എണ്ണ വരുന്നുണ്ട്. സകല ശത്രുക്കളായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്ന എല്ലാവരുമായിട്ടും നമ്മൾ ചങ്ങാത്തത്തിലാണ് പോകുന്നത്. പാകിസ്ഥാൻ ഒഴികെ. പാകിസ്ഥാൻ അത് പിന്നെ ആവശ്യമില്ലല്ലോ, കുത്തുവാള എടുത്തിരിക്കുന്നത്. അതാണല്ലോ ഇവിടെ ചിലരുടെ വിഷമം. അവിടെ അജ്ഞാതം പണിയെടുക്കുന്നുണ്ട്. ഇന്നലെയും പണിയെടുത്തു, ഒരാളെ തട്ടി. മറ്റേ പോരാളികളുണ്ടല്ലോ, സ്വാതന്ത്ര്യ സമരം നടത്തുന്നവര്, വേറൊരു പ്രവിശ്യക്ക് വേണ്ടി, ബലൂചിസ്ഥാൻ, അവർ ചൈനക്കാരെയൊക്കെ കൊല്ലുന്നുണ്ട് അവിടെ. ഡാം പണിയൊക്കെ നിർത്തിയിട്ട് ചൈനക്കാരൊക്കെ അവിടെ നിന്ന് സ്ഥലം വിട്ട് നാട്ടിലേക്ക് പോയില്ലേ അടുത്ത കാലത്ത്. അതൊന്നും ഇവിടെ വാർത്തകളായിട്ട് അങ്ങനെ കാണുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം നമ്മളിങ്ങനെ ഒരുമാതിരി മറ്റുള്ളവർക്ക് താലിബാനെയും ഇറാനെയും ഒക്കെ ഒന്നിച്ചു നിർത്തി. ചൈനയുടെ കാര്യം സുനിൽ പറഞ്ഞല്ലോ, നമ്മൾ ചൈന അംഗമായ 2 രാഷ്ട്ര സഖ്യങ്ങളിൽ നമ്മളും അംഗമാണ്, ബ്രിക്സിലും SCOയിലും ഒക്കെ. നമ്മൾ പലയിടത്തും ഭീകരതയെ തുടച്ചു നീക്കാനും ഒക്കെ ചൈനയുടെ കൂടെ കൈകോർക്കുന്നൊക്കെ ഉണ്ട്. ഉച്ചകോടികളൊക്കെ നടത്തുന്നില്ലേ ചൈനയും കൂടിയൊക്കെയുള്ള? എന്ന് പറഞ്ഞാൽ ആഭ്യന്തര കാരണങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തയൊക്കെ വിളിക്കും. അതെ. പക്ഷെ വേറെ കാര്യമുണ്ട് സാർ, ഈ പെട്രോളിന് വില കുറയ്ക്കും എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കേന്ദ്ര സർക്കാർ പെട്രോളിന് വില കുറച്ചപ്പോൾ 2 രൂപ കൂട്ടിയാണല്ലോ കേരളം ഭരിക്കുന്നത്. അതെ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇളവ് ചെയ്തിരുന്നു. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്, ഈ പെട്രോളിൻ്റെ വില എന്ന് പറയുന്ന അന്താരാഷ്ട്ര വിപണിയെ ആശ്രയിച്ചിരിക്കുന്നു. അതെ, ക്രൂഡിൻ്റെ വില കൂടുന്നതനുസരിച്ച് പെട്രോൾ വില കൂടിയും കുറഞ്ഞിരിക്കും. നമ്മുടെ രാജ്യത്തും അതാ സംഭവിച്ചത്. അതെ. അപ്പോൾ ക്രൂഡ് ഓയിൽ വില കൂടിയാൽ ഇവിടെ പെട്രോൾ എങ്ങനെ കൊടുക്കും? ഇന്ധനം എങ്ങനെ കൊടുക്കും? അതോ ഇനി ഡീസൽ പെട്രോൾ ഉണ്ടാക്കുമോ? ഇതൊക്കെ വെറുതെ. അവിടെ എനിക്ക് പെട്ടെന്ന് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, സ്വർണത്തിൻ്റെ വില 50,000 രൂപ കടന്നില്ലേ, അത് കുറയ്ക്കുന്ന എന്താ പറയാതിരുന്നത്? കാരണം സ്വർണത്തിൻ്റെ വില കാരണമാണല്ലോ ഈ
മക്കളെ കല്യാണം കഴിച്ചയക്കണം എന്നൊക്കെ വിചാരിക്കുന്ന മാതാപിതാക്കളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നത്. ഈ ഇങ്ങനൊരു മണ്ടത്തരം പറയാമെങ്കിൽ സ്വർണ്ണവിലയും അങ്ങനെ തന്നെയാണ്. പെട്രോൾ വിലയൊക്കെ ആശ്രയിച്ചിരിക്കുകയാണ്. സ്വർണവും കൂടി പറയാമായിരുന്നു അവർക്ക്. ഒരുപാട് ആഗ്രഹങ്ങൾ കുതിരകളായിരുന്നെങ്കിൽ എന്ന് പറയാം. യാചകർ കുതിര സവാരി നടത്തുമായിരുന്നു. മോഹങ്ങൾ കുതിരകളായിരുന്നെങ്കിൽ യാചകർ കുതിര സവാരി നടത്തുമായിരുന്നു. സാറേ, വേറൊരു തമാശ, കോർപ്പറേറ്റ് സംഭാവന നിരോധിക്കും. അതായത് കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുന്നത് അവസാനിപ്പിക്കും. അതെന്താന്ന് വെച്ചാൽ ആ ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോൾ ഈ അപ്രസക്തമായ പാർട്ടിയാണല്ലോ CPM, ഒരു സംസ്ഥാനത്ത് മാത്രമല്ലേ ഉള്ളൂ. അവർ സഹകരണ ബാങ്കുകൾ വഴിയോ ഊരാളുങ്കൽ സൊസൈറ്റി പോലുള്ള സൊസൈറ്റികൾ വഴിയോ ഒക്കെ സാന്റിയാഗോ മാർട്ടിൻ വഴി ഒക്കെയാണ് ഉണ്ടാക്കിയിരുന്നത്. അവർക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി യെച്ചൂരിയുടെ പാർട്ടി കിട്ടണമെങ്കിൽ 1.5% വോട്ട് വേണം സാറേ. അത് വേണം, വോട്ട് മേടിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞങ്ങൾ മേടിച്ചില്ലേ എന്ന് പറയുന്നു. ഈ പണ്ടാകെ പറഞ്ഞ പോലെ തൂങ്ങിച്ചത്തവന്റെ കാലെ തൂങ്ങിച്ചത്തു എന്ന് പറയുന്ന പോലെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ DMKയുടെ ഇന്ന് കാശ് മേടിച്ചു. അങ്ങനെയാണ് അവര് DMK ആണ് അവരുടെ മറ്റേ ദിണ്ടിഗൽ തെരഞ്ഞെടുപ്പൊക്കെ നടത്തി കൊടുക്കുന്നത്. ദിണ്ടിഗലിൽ എന്നിട്ട് DMK അത് ഇൻകം ടാക്സിനും ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കുകയും ചെയ്തു. CPM കൊടുത്തു 10 കോടി, CPIക്ക് 15 കോടി കൊടുത്തു. DMKയുടെ തെരഞ്ഞെടുപ്പൊക്കെ നടത്തി കൊടുക്കുന്നത് സാന്റിയാഗോ മാർട്ടിനും മേഘ എഞ്ചിനീയറിംഗും ബോണ്ട് വഴിയാ. ആ കാശ് DMK ബോണ്ട് വഴി മേടിച്ചിട്ട് അത് CPIക്കും CPM കൊടുക്കും. ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ടിൽ മുടക്കിയ ആദ്യത്തെ 2 കമ്പനികൾ സാന്റിയാഗോ മാർട്ടിനും മേഘ എഞ്ചിനീയറിംഗും. അവിടെ ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയിരിക്കുന്ന പാർട്ടിയാണ് DMK. അവരുടെ ഇത് പൈസ കിട്ടിയിരിക്കുന്ന പാർട്ടിയാണ് CPM. എന്നിട്ട് ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടില്ല. അപ്പോൾ കോർപ്പറേറ്റ് ഫണ്ട് നിർത്തിക്കഴിഞ്ഞാൽ വേറെ കാര്യമുണ്ട് സാറേ, കേരളത്തിൽ പറ്റും. ഇത് കേരളമാണ്, സാറിന് അതിനോടതുണ്ടാകും. ഞങ്ങൾ കേരളത്തിൻ്റെത് ഇടതുപക്ഷ മനസ്സാണ്. അതാ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, ഞങ്ങൾ ബക്കറ്റുമായിട്ട് ഇറങ്ങും. ആ ബക്കറ്റിന്റെ കാര്യം ആരോ അടുത്ത കാലത്ത് ദേശീയ തലത്തിൽ തന്നെ പറഞ്ഞിരുന്നു, കള്ളപ്പണം വെളുപ്പിക്കുന്നത് അങ്ങനെയാണെന്ന്. ഞങ്ങൾക്ക് കള്ളപ്പണം ഇല്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ശരി, അതൊരു അത്ഭുതമാണ്. കേരളത്തിൽ ഒരു ദിവസം ബക്കറ്റ് പിരിവ് കഴിയുമ്പോൾ വൈകുന്നേരം പറയും 150 കോടി കിട്ടിയെന്ന്. ആരോ ചോദിക്കുന്നു, അപ്പോൾ 150 കോടി വൈറ്റായി. പക്ഷെ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ ബക്കറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കോർപ്പറേറ്റ് സംഭാവന ഒഴിവാക്കുമെന്ന് പറഞ്ഞപ്പോൾ വേറെ കാര്യം എനിക്ക് ഓർമ്മ വന്നു. ചിലപ്പോൾ പാർട്ടിയുടെ ചിഹ്നം പോകും. അപ്പോൾ നമുക്ക് ചിഹ്നമാക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ സാധനമാണ് ബക്കറ്റ്, ചുവന്ന ബക്കറ്റ്. പക്ഷേ അതിനൊരു കുഴപ്പം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് വന്ധ്യംകരണം നടത്തി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു സഞ്ജയ് ഗാന്ധിയുടെ കാലത്തല്ലേ? അല്ല, ദേശീയ പാർട്ടി പദവി പോയ വന്ധ്യംകരണമാണല്ലോ. ജനങ്ങള് പാർട്ടിയെ ചെയ്തു വിടുക. അതെ. അപ്പൊ ബക്കറ്റ് കറക്റ്റാണ്. ഇനി മറ്റൊന്ന്, ഈ സർക്കാരിന്റെ നികുതി, കേന്ദ്ര സർക്കാരിന്റെ നികുതി ഉണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ 57,000 കോടി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നാട് മുഴുവൻ പ്രസംഗിച്ച് ചാനൽ ചർച്ചയിലൊക്കെ കുറേ അവതാരങ്ങൾ വന്നിരുന്നെങ്കിൽ പറഞ്ഞ് നമ്മളെ ആകെ 1.5 ലക്ഷം കോടി എന്ന് തിരുവനന്തപുരത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി പോയപ്പോൾ ഒരു കോടിയില്ല, ഒരു ഉണ്ടാക്കില്ല, ഞങ്ങൾക്ക് ഇത്തിരി വായ്പ എടുക്കാൻ സമ്മതിക്കണേന്നായി. അത് പിന്നെ നമ്മുടെ ഈ 5,000 കോടി കൊടുക്കാമെന്ന് പറഞ്ഞത് നമ്മുടെ പത്രമാധ്യമങ്ങളുള്ള SFIക്കാർ അതൊന്നും വാർത്തയാക്കാത്തതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞില്ല. നമ്മളൊക്കെയാണ് പറഞ്ഞത്. ഏതായാലും CPM ഇന്ത്യ ഭരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ പകുതി സംസ്ഥാനങ്ങൾക്ക് കൊടുക്കും. എന്നിട്ട് കേന്ദ്ര സർക്കാർ, പ്രധാനമന്ത്രി ദേശവ്യാപകമായി ബക്കറ്റ് പിരിവ് നടത്തും. സത്യത്തിൽ അത് മറ്റേ സംസ്ഥാനങ്ങൾക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഭരണഘടനയുടെ 293 പറയുന്നുണ്ട്. പിന്നെ അതിന്റെ എത്ര വിഹിതം എന്നുള്ള ധനകാര്യ കമ്മീഷനാണ് തീരുമാനിക്കുന്നത്. അല്ലെ രാവിലെ മോദി എണീറ്റ് വരുമ്പോൾ കേരളത്തിൽ ഇത്ര, ആന്ധ്രക്ക് ഇത്ര എന്ന് തീരുമാനിക്കുകയല്ല. അത് 50% എങ്ങനെയാ കൊടുക്കുക? ഓരോ സംസ്ഥാനത്തിന്റെ വലിപ്പം, അവിടെ നിന്നുള്ള വരുമാനം, അവരെടുത്തിരിക്കുന്ന പൊതുവിപണിയിൽ നിന്ന് എടുത്തിരിക്കുന്ന കടം, ഇതെല്ലാം നോക്കിയിട്ടല്ലേ. ഒന്നും വേണ്ട, യൂണിഫോം ബ്ലാങ്കറ്റ് 50% കൊടുക്കും. ഇനി ഒന്നുകൂടെ UAPA എടുത്തു കളയും. അല്ലല്ല, അവിടെ ഈ കടമെടുപ്പ് പരിധി കൂട്ടെന്ന് പറഞ്ഞിട്ടില്ല. അതെന്താ പറയാറുന്നത്? കൂട്ടുണ്ടല്ലോ, 50% കേന്ദ്രത്തിന്റെ വരുമാനത്തിന്റെ പകുതി കിട്ടിയ പിന്നെ കടം എന്തിന്? അപ്പൊ കേന്ദ്രത്തിന്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. അതിന് ഉത്തരവുണ്ട്, ബക്കറ്റ്. 3 ലക്ഷം കോടിയാണ് നമ്മുടെ ഇപ്പോഴത്തെ ബാധ്യതയായിട്ട് കിടക്കുന്ന കേരളത്തിന്റെ. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴോ മറ്റേ 25,000 കോടിയായിരുന്നു സംഗതിയാണ് പൊതുക്കട. സാർ വേറെ ശ്രദ്ധിച്ചു, UAPA റദ്ദാക്കും.
പാവം അലനും താഹെ. അതെ 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 അതെ, ആ രണ്ട് കൂട്ടി CPM-കാരായിരുന്നു. ഏതോ മാവോയെ കുറിച്ചുള്ള പുസ്തകം ബാഗി വെച്ചെന്നും പറഞ്ഞ് CPM-കാർ ആരായ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർമാരെ അലനും താഹെ UAPA എടുത്തു ചുമത്തി അകത്തിട്ട പിണറായി വിജയൻ്റെ പാർട്ടി പറയാണ് UAPA റദ്ദാക്കും. അതെ, മാത്രമല്ല അവർ ആ സജിത മഠത്തിൽ ഇടതുപക്ഷത്തിന്റെ കൂടെ നടക്കുന്ന നാടക പ്രവർത്തക, അവരുടെ ബന്ധുവായിരുന്നു അതിലൊരാള്, സഹോദരിയുടെ മകനോ. അതെ അതെ, വലിയ ചീത്തായി പോയിരുന്നു അത്. UAPA എന്തുകൊണ്ടാണ് റദ്ദാക്കുന്നതാണ് UAPA പ്രകാരം സാറെന്താ പറയാ, പാവപ്പെട്ട പോപ്പുലർ ഫ്രണ്ടുകാരെ UAPA ചുമത്തിയില്ലേ, സഹിക്കുമോ? പിന്നെ ഈ മാവോവാദികളെ പിടിച്ച UAPA ചുമത്തും, തീവ്രവാദികളെ പിടിച്ച UAPA ചുമത്തും. ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു ട്രെയിനിന് തീ വെച്ച് ചുമ്മാ ഒരു രസത്തിന് ഒരു 3-4 പേര് മരിച്ചുപോയി. ആ പാവത്തിന് വരെ UAPA ചുമത്തി. ഇപ്പം കർണാടകയിൽ ഈ പോപ്പുലർ ഫ്രണ്ട് SDPA-ക്കാർക്കെതിരായ 1600 കേസ് കോൺഗ്രസ് സർക്കാർ പിൻവലിച്ചിട്ടുണ്ട്. ഈ UAPA-ക്ക് റദ്ദാക്കി കഴിഞ്ഞാൽ അത്തരം കേസുകൾ വരില്ല. അങ്ങനെയാണെങ്കിൽ PMLA അതും ഒക്കെ റദ്ദാക്കും. അപ്പോൾ PMLA, അതായത് കള്ളപ്പണം നിരോധന നിയമം ഒന്ന് റദ്ദാക്കിയിട്ട് കള്ളപ്പണം ലീഗലൈസ് ചെയ്യണം. UAPA റദ്ദാക്കിയിട്ട് പോപ്പുലർ ഫ്രണ്ടുകാരെയൊക്കെ വിട്ടയക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ സാന്റിയാഗോ മാർട്ടിനൊക്കെ ആണല്ലോ നമ്മുടെ പാർട്ടിയെ സഹായിക്കുന്നത് എന്ന് പറഞ്ഞാൽ യെച്ചൂരിയുടെ. അവരൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ലോട്ടറിയൊക്കെ വിൽക്കുക. ഈ മറ്റ് ലോട്ടറികൾ നിരോധിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല, വിശദമായിട്ട് വന്നിട്ടില്ല. ഡീറ്റെയിൽ വലിയ പ്രകടന പത്രികയാണ്. കാരണം ഇന്ത്യ മുഴുവൻ ഭരിക്കാനുള്ള പദ്ധതിയല്ലേ, അപ്പോൾ പേജുകളുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങളെ വന്നിട്ടുള്ളൂ. പിന്നെ ജാതി സെൻസസ് നടപ്പാക്കും. CPM ജാതിക്കും മതത്തിനും എതിരായിട്ടുള്ള പാർട്ടിയല്ലേ? അത് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ജാതി ഹെഗമണി, ഒന്നാമത് ഈ ബ്രാഹ്മണർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1%, 1.5% ഒക്കെ അല്ലേ ഉള്ളൂ. അവരെന്ത് ഈ മണമുള്ള ആളാ അതല്ലേ? അതെ, പക്ഷെ അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നത് മുസ്ലിമിനെയാണ്. സീമ ചിഷ്ടി വലിയ മുസ്ലിം കുടുംബത്തിലെയാണ് അവർ. BBC ഹിന്ദി വിഭാഗത്തിന്റെ മേധാവിയൊക്കെ ആയിരുന്നു. അവരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് ഒരു പാർട്ടി കോൺഗ്രസിന് പോയപ്പോൾ. അന്ന് ഒരു BBC ഹിന്ദി വിഭാഗത്തിന്റെ ചീഫാണ്. ഇപ്പോഴും എന്തോ മാധ്യമപരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ആ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. ഒരു ഭ്രഷ്ടനായിട്ടൊക്കെ കൂട്ടാൻ പറ്റുള്ളൂ. പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അവർ ജാതി വിരുദ്ധത എന്നുള്ള ആളുകളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അങ്ങനെ വലിയ മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നവരോ ഈ ദലിതരെ നമ്മൾ സവർണർ വിവാഹം ചെയ്യണം എന്ന് പറയുന്നവരോ അങ്ങനെയൊന്നുമല്ല. അല്ല, ശരിക്കും CPM ചെയ്യേണ്ടത് ഈ കർപ്പൂരി ഠാക്കൂർ ഫോർമുലയൊക്കെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ് CPM. അപ്പോൾ ഈ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള സെൻസസിന് പകരം ഒരു സാമ്പത്തിക സർവേ നടത്തി, സാമ്പത്തിക അടിസ്ഥാനത്തിൽ സെൻസസ് നടത്തിയിട്ട് സാമ്പത്തിക സംവരണത്തിന് വേണ്ടി നിലകൊള്ളുകയല്ലേ വേണ്ടത്? ഇതിൻ്റെ അകത്ത് ഈ ജാതിയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ആ ചാതുർവർണ്ണ്യം എന്ന് പറയുന്നതൊന്നുമല്ല ഈ ഗോത്രവർഗങ്ങളുടെ കാര്യം. അവരുടെ പൂർവികർ എന്നൊക്കെ പറയുന്നില്ലേ, അത്തരം കാര്യങ്ങളിൽ അവരുടെ ആചാരങ്ങളിലൊക്കെയാണ് ഈ ഗോത്രവർഗങ്ങളുടെയൊക്കെ വിശ്വാസം. അവർക്കുള്ളിൽ തന്നെ അവർ പുലയൊക്കെ ഉണ്ട്. ഗോത്രവർഗങ്ങളുടെ ഉള്ളിൽ അവർക്ക് ഇല്ലങ്ങളൊക്കെ ഉണ്ട്. അവർ പലതരം ആചാരങ്ങളൊക്കെ ഉണ്ട് ഈ ഗോത്രവർഗങ്ങളെ സംബന്ധിച്ച്. ആ ഗോത്രവർഗങ്ങൾ അതൊന്നും മാറ്റാൻ തയ്യാറുമല്ല. അതുകൊണ്ട് ഈ ജാതി എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോത്രവർഗങ്ങളുടെ വിശ്വാസമൊന്നും പോകില്ല. ബ്രാഹ്മണരെയൊക്കെ മാറ്റി നിർത്തി ഈ ഗോത്രവർഗങ്ങളുടെ കാര്യം പറയട്ടെ. ഇവര് അവരുടെ ആചാരങ്ങളെ എങ്ങനെ മാറ്റിമറിക്കാൻ പറ്റും? അത് മാറ്റിമറിക്കാൻ ചെല്ലുമ്പോൾ വിവരം അറിയാം. അല്ല, ഇതിപ്പോൾ ഈ പ്രകടനപത്രം കണ്ടപ്പോൾ പഴയ സിനിമ പാട്ടാണ് അവിടുത്തെ പഴയ അടൂർവാസി പാടുന്നല്ലേ, തോട്ടിൻകാരയിൽ വിമാനമിറക്കാൻ താവളമുണ്ടാക്കും, അങ്ങനെ പാട്ടുണ്ട്. സ്ഥാനാർത്ഥി സാറാണ്. അതുപോലെ പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ട് ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാർ പാടി കേട്ടിട്ടുണ്ട്, പബ്ലിക് ടാപ്പ് തുറന്നാൽ അപ്പോൾ കറന്ന പശുവിൻ പാൽ, ടാപ്പ് വഴി പശുവിൻ പാൽ എന്നൊക്കെ പറയുന്നത് പോലെ CPM എന്നുള്ള പാർട്ടിക്ക് എന്തെങ്കിലും ഇന്ത്യ ഭരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അല്ല, ഇപ്പോൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന കഷ്ടിച്ച് 2 ഡസൻ സീറ്റ്
2 ഡസൻ സീറ്റ് ഭരിക്കുന്ന ഒരു പാർട്ടി ഇന്ത്യയിൽ PMLA എടുത്ത് കളയും. അത് മറ്റുള്ളവരോട് പിച്ചവണ്ടി മേടിച്ച അതെ, വല്ലവന്റെ ഒക്കെ വാങ്ങി കുറച്ചോട്ട് വല്ലവന്റെയും കുറച്ചോട്ട് ഞങ്ങൾക്ക് കിട്ടി, ആ വോട്ടും കൂടെ കിട്ടി ഞങ്ങൾക്ക് ദേശീയ പാർട്ടി പദവി ഉണ്ടാക്കണം, അത് വല്ലവന്റെയും ഗർഭം ചുവക്കാമെന്ന് തീരുമാനിച്ച് നടക്കുന്ന അവസ്ഥയിലെത്തിയ ഈ പാർട്ടി ഇന്ത്യ ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ ഞങ്ങൾ ED പിരിച്ചുവിടും, കള്ളപ്പണ നിരോധന നിയമം നടപ്പാക്കും, UAPA എടുത്തു കളയും, പിന്നെ ഇന്ധന വില പകുതിയാക്കും, പിന്നെ 50% കേന്ദ്ര നികുതി സംസ്ഥാനങ്ങൾക്ക് കൊടുക്കും എന്നൊക്കെ ബഡായി അടിക്കാൻ കുറച്ച് ലജ്ജ വേണ്ടേ സാറേ? ഇത് മാർക്സിസവുമായിട്ട് എന്താ ബന്ധം? ഈ പറഞ്ഞ കാര്യങ്ങളും ഈ പ്രകടന പത്രികയും മാർക്സിസവുമായിട്ട് എന്താ ബന്ധം? ഒന്നാമത് സായുധ വിപ്ലവം എന്നും പറഞ്ഞ് ജനകീയ ജനാധിപത്യ വിപ്ലവം അതിലേക്ക് അവരുമായിട്ടുള്ള CPI ദേശീയ ജനാധിപത്യ വിപ്ലവം, ഇത് ജനകീയ ജനാധിപത്യ വിപ്ലവം. അവര് പാർട്ടി പരിപാടിയിൽ നിന്ന് സോഷ്യലിസം തന്നെ എടുത്തു കളഞ്ഞു. പാർലമെന്ററി ജനാധിപത്യം തെരഞ്ഞെടുപ്പിലേക്ക് ജനകീയ ജനാധിപത്യ വിപ്ലവം എപ്പോഴും കാണത്തില്ല. അധികാരം കിട്ടിയാൽ ഇന്ത്യൻ ഭരണവർഗത്തിനെതിരെ തോക്കും തോക്കെടുത്ത് നമ്മൾ സമരം ചെയ്യും. ഇതെല്ലാം അപ്രസക്തമായിട്ട് എത്ര കാലമായി. ഈ ലോകത്ത് തന്നെ മാർക്സിസം ഒന്നും ഒരു സ്ഥലത്തും ഇല്ലിപ്പോൾ. മാർക്സ് ജനിച്ച ജർമ്മനിയിൽ തന്നെ ഈ സംഭവം ഇല്ല. അവിടെ പാർട്ടിക്കൊന്നും ഒരു വിലയും ഇല്ല. അങ്ങനെ പ്രത്യയശാസ്ത്രം തന്നെ കാലഹരണപ്പെട്ടു പോയി. എന്നിട്ട് ഈ സുനിൽ വായിച്ച കാര്യങ്ങൾ മുഴുവൻ കോർപ്പറേറ്റോക്രസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ കള്ളപ്പണം, പണത്തിൻ്റെ കാര്യം കുറേ പറഞ്ഞില്ലേ ഇതിൻ്റെ അകത്ത്, അത് മുഴുവൻ അല്ല. അത് കറക്റ്റാണ് സാർ. ഇപ്പോൾ ഞാൻ ചോദിച്ചത് കോർപ്പറേറ്റ് സംഭാവന നിരോധിക്കും, കള്ളപ്പണ നിരോധന നിയമം എടുത്തു കളയും. ആർക്ക് വേണ്ടി? കോർപ്പറേറ്റുകൾക്ക് വേണ്ടി. എന്നിട്ട് കോർപ്പറേറ്റുകളുടെ സംഭാവന മേടിക്കില്ല, അവരെ ഫ്രീ ആയിട്ട് വിടുന്നു. നമുക്കുള്ളത് ബോണ്ട് വഴിയല്ലാതെ എത്തിക്കോളും. പക്ഷെ എന്നാലും സാർ അതല്ല, അതൊക്കെ പോട്ടെ, ഇതൊന്നും നടക്കാൻ പോണ കാര്യമല്ലെന്ന് നമുക്കറിയാം. ഇൻ എസൻസ് ഇപ്പൊ വായിച്ചത് ഞങ്ങൾ ബൂർഷ്വയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതല്ലേ പറയുന്നത്. അതെ, എങ്കിൽ പോലും സാർ നമ്മുടെ പ്രേക്ഷകർ, ഈ നാട്ടിലുള്ള ആളുകൾ പത്രം വായിക്കുന്നവരാണ്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. CPM ഇന്ത്യയിൽ എത്ര സീറ്റിൽ മത്സരിക്കുന്നുണ്ട്? CPMന് ഇന്ത്യയുടെ ഭരണാധികാരം കിട്ടുമോ? ഇന്ത്യയിൽ എത്ര സീറ്റ് വേണം? കേവല ഭൂരിപക്ഷത്തിന് എത്ര സീറ്റ് വേണം എന്നൊക്കെ അറിയാവുന്ന ജനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ള. അവരുടെ മുന്നിൽ ഒരു പ്രകടന പത്രിക ഉണ്ടാക്കി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറയാൻ അസാമാന്യമായ തുള്ളിക്കെട്ടി വേണം. പണ്ട് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ത്യയുടെ ചരിത്രം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ട് കുഴിച്ചിട്ടത് ഓർക്കുന്നില്ല. ഒരു വലിയ പേടകം കാഞ്ചൻജംഗയിലോ എങ്ങാണ്ടൊക്കെ പിന്നെ മാന്തി എടുത്തു. ചന്ദ്രശേഖരന്റെ കാലത്ത് അതെ, മാന്തി എടുത്തു. അങ്ങനെ കുഴിച്ചിട്ടതുപോലെ കുഴിച്ചിടാവുന്നൊരു രേഖയാണ്. എന്തായാലും നമിച്ചു. അപ്പോൾ ഇങ്ങനെ അറിയണമെങ്കിൽ പറയായിരുന്നു, കേരള മുഖ്യമന്ത്രി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനായിരിക്കും ഞങ്ങളുടെ പ്രധാനമന്ത്രി എന്നുകൂടി എഴുതിയിരുന്നെങ്കിൽ ധന്യമായത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജവംശത്തിൽ നിന്നുള്ള വേറൊരാണ്, അങ്ങനെ ആരായിരിക്കും പ്രധാനമന്ത്രി എന്നൂടെ പറയാമായിരുന്നു. അതെ. എന്നാലും എൻ്റെ സാറേ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.